ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഒരു ടോർട്ടിലൊരു തിയറിയാണ് പഠിക്കുന്നത്. പീജിയൺ ഹോൾ തിയറി എന്നാണ് പറയുന്നത്. പീജിയൺ ഹോൾ തിയറി എന്താണ്? പീജിയൺ പ്രാവ് അല്ലേ, പ്രാവിൻ്റെ കൂടാണ്. പ്രാവിൻ്റെ കൂട്ടിൽ നിറയെ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ഹോളുകൾ ഉണ്ടാവും പ്രാവിൻ്റെ കൂട്ടിൽ. അപ്പോൾ ഈ പീജിയൺ ഹോള് പോലെയാണ് ടോർട്ട് എന്നുള്ളതാണ് ഈ തിയറിയിൽ പറയുന്നത്. രണ്ട് പേരുടെ ഒപ്പീനിയനുകളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ രണ്ട് കൺസെപ്റ്റ്, ലോ ഓഫ് ടോർട്ട് ആൻഡ് ലോ ഓഫ് ടോട്ട്സ്. അതായത് രണ്ടാമത്തേൽ ഒരു എസ് ചേർത്തിട്ടുണ്ട്. ലോ ഓഫ് ടോർട്ട്, ലോ ഓഫ് ടോട്ട്സ്. രണ്ട് വ്യക്തികൾ ടോർട്ടിനെ ഒപ്പീൻ ചെയ്തിട്ടുള്ളതാണ് ഇത് പറയുന്നത്. പീജിയൺ ഹോൾ തിയറി സാൽമണ്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. പീജിയൺ ഹോൾ തിയറിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പീജിയൺ ഹോൾ പോലെയാണ് ടോർട്ട് എന്നാണ്. സാൽമണ്ടിന് ടോർട്ടിന് ഒരു ക്ലോസ്ഡ് ലിസ്റ്റ് ഉണ്ട്. അതായത് ഈ പീജിയൺ ഹോളിൽ പറഞ്ഞിട്ടുള്ള ആ ഹോളുകളിലുള്ളതാണ് ടോർട്ട് എന്നാണ് സാൽമണ്ട് പറഞ്ഞിട്ടുള്ളത്. അതിലില്ലാത്തതൊന്നും എന്തല്ല, ടോർട്ടല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ ടോർട്ടിന് കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ട്രസ്പാസ്, നെഗ്ലിജൻസ്, നോയിസൻസ് തുടങ്ങിയ ആക്റ്റുകളൊക്കെ ടോർട്ടുകളാണ്. അപ്പോൾ ഒരു നിശ്ചിത ടോർട്ടുകളെ അദ്ദേഹം പീജിയൻ്റെ ഓരോ ഹോളിലും അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് സാൽമണ്ട്. അപ്പോൾ അത് മാത്രമാണ് ടോർട്ട്. അതായത് നമ്മളൊരു ആക്ട് കോടതിയുടെ മുമ്പിൽ എത്തുകയാണ്. ആ സമയത്ത് നമ്മളിത് ടോർട്ടാണോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് സാൽമണ്ട് പറയുന്നത്. നമ്മൾ ഈ പീജിയൺ ഹോളിലേക്ക് നോക്കും. ഓരോന്നിലും ഓരോ ടോർട്ട് അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടാവും. ഓരോ ടോർട്ടിനും അതിനുള്ളിൽ കണ്ടീഷൻസും ഉണ്ടാവും. ഇന്നതാണെങ്കിലാണ് ഈ ടോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിലെത്തിയിട്ടുള്ള ആ ആക്ട് ഇതിലേതെങ്കിലും പറഞ്ഞിട്ടുള്ള ടോർട്ടുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കും. ഈ ചെയ്തു വന്നിട്ടുള്ള ആക്ട് ഇതിൽ പറയുന്ന ടോർട്ട് ഏതെങ്കിലും ഒരു ടോർട്ടുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ, അതിൻ്റെ കണ്ടീഷനുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ നോക്കും. മാച്ച് ആയി കഴിഞ്ഞാൽ ആ ടോർട്ടിനെ ഇങ്ങോട്ട് എടുക്കും. അത് നെഗ്ലിജൻസ് ആണെങ്കിൽ അപ്പോൾ ഇയാൾ ചെയ്തിട്ടുള്ള ആക്ട് നെഗ്ലിജൻസ് ആണെന്ന് പറയും. ഇനി ന്യൂയിസൻസ് ആണെങ്കിൽ ന്യൂയിസൻസ് ആണ് എന്ന് പറയും. അപ്പോൾ ഇതിലൊന്നും മാച്ച് ആവാത്ത ഒരു ആക്റ്റും കൊണ്ടാണ് ഇയാൾ വന്നതെങ്കിലോ അപ്പോൾ സാൽമണ്ട് പറയുന്നത് അത് ടോർട്ടാവില്ല എന്നാണ്. അതുകൊണ്ടാണ് സാൽമണ്ടിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ളത് ലോ ഓഫ് ടോർട്ട് എന്നതൊന്നില്ല, ലോ ഓഫ് ടോട്ട്സ് ആണ്. കുറച്ച് ടോട്ട്സുകളാണുള്ളത്. അതിലേതെങ്കിലും ഒന്നുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്തിട്ടുള്ള ആക്ട് ടോർട്ടാണ്. ഇനി അങ്ങനെ അല്ലെങ്കിലോ അത് ടോർട്ടല്ല. അതാണ് സാൽമണ്ടിൻ്റെ വാദം. ഇനി അടുത്ത ഒരാളുണ്ട്, വിൻഫീൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ജൂറിസ്റ്റ്. അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലോ ഓഫ് ടോർട്ടാണ് അദ്ദേഹത്തിൻ്റെ വാദം. വിൻഫീൽഡ് പറയാണ്, നിയമപ്രകാരം ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ലാതെ ഒരു ആക്ട് ഒരാൾ വേറൊരാളോട് ചെയ്യാണ്, ഇഞ്ചുറി ഉണ്ടാവുകയാണെങ്കിൽ അത് ടോർട്ടായിട്ട് പരിഗണിക്കാം. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് പീജിയൻ്റെ ഹോളിൽ അടുക്കി വെച്ചതല്ല ടോർട്ട്. ഇങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടായി, അതിന് പ്രത്യേകിച്ച് ഒരു ലീഗൽ ജസ്റ്റിഫിക്കേഷനൊന്നും ഇല്ല. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഒരു ഇഞ്ചുറി ഉണ്ടാക്കി, ലീഗൽ ജസ്റ്റിഫിക്കേഷനൊന്നും അതിന് പറയാനില്ല എന്നാണെങ്കിൽ അത് ടോർട്ടായിട്ട് പരിഗണിക്കാം. അതായത് വിൻഫീൽഡിൻ്റെ അഭിപ്രായ പ്രകാരം പുതിയ ടോർട്ടുകൾ ഉണ്ടാവും അല്ലേ. ഒരു ടോർട്ട് ഏതെങ്കിലും ഒരു ആക്ട് വരുന്ന സമയത്ത് ഇതിൽ മാച്ച് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മാച്ച് ആവാത്ത ഒരു കാര്യമാണെങ്കിലും അത് ടോർട്ടാണ് എന്ന് തന്നെയാണ് വിൻഫീൽഡ്. അതൊരു ഇഞ്ചുറി ഉണ്ടാക്കുന്നുണ്ട് എന്നാണെങ്കിൽ അത് ടോർട്ടായിട്ട് പരിഗണിക്കാം. പുതിയ ടോർട്ടുകൾ ഉണ്ടായി വരും എന്നുള്ളതാണ് വിൻഫീൽഡിൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് സമ്മറൈസ് ചെയ്യാം. സാൽമണ്ട് എന്ത് പറഞ്ഞു? പീജിയൺ ഹോളിൽ അടുക്കി വെച്ചിരിക്കുന്നതാണ് ടോർട്ട്, പുതിയ ടോർട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലുള്ളത് മാത്രമാണ് ടോർട്ട് അല്ലേ. ലോ ഓഫ് ടോർട്ടില്ല, ലോ ഓഫ് ടോട്ട്സ്. കുറച്ച് ടോർട്ടുകളുടെ കൂട്ടമാണ്, അതിലില്ലാത്തതൊന്നും ടോർട്ടല്ല. വിൻഫീൽഡ് ഈ തിയറിയെ ഒപ്പോസ് ചെയ്ത വ്യക്തിയാണ് വിൻഫീൽഡ്. വിൻഫീൽഡ് എന്താ പറഞ്ഞത്? പുതിയ ടോർട്ടുകൾ ഇനിയും ഉണ്ടായി വരാം എന്നാണ് വിൻഫീൽഡിൻ്റെ അഭിപ്രായം അല്ലേ. പുതിയ സിറ്റുവേഷൻ അനുസരിച്ച്, ന്യൂ സിറ്റുവേഷൻ അനുസരിച്ച് പുതിയ ടോർട്ടുകളും എമർജ് ചെയ്തു വരാം എന്നുള്ളതാണ് വിൻഫീൽഡിൻ്റെ അഭിപ്രായം. ഇത്രയാണ് പീജിയൺ ഹോൾ തിയറിയെക്കുറിച്ച് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ലോ ഓഫ് ടോർട്ട്, ദർ ഈസ് നോ ലോ ഓഫ് ടോർട്ട്, ലോ ഓഫ് ടോട്ട്സ് എന്ന് പറഞ്ഞത് സാൽമണ്ടാണ്. എല്ലാ ഇഞ്ചുറീസും ജസ്റ്റിഫിക്കേഷൻ ഇല്ലാത്ത എല്ലാ ഇഞ്ചുറീസും ടോർട്ടാണെന്ന് പറഞ്ഞത് വിൻഫീൽഡാണ്. വിൻഫീൽഡ് ഒപ്പോസ് ചെയ്ത ആളാണ്. ഓക്കെ, ബൈ.